നമുക്കിന്ന് നെക്ക് ക്യാൻവാസ് ഒന്നും ഉപയോഗിക്കാതെ തന്നെ എങ്ങനെ ഫിനിഷിംഗ് സ്റ്റിച്ച് ചെയ്തെടുക്കാമെന്ന് നോക്കാം. ഞാനിത് മെയിൻ ഫാബ്രിക്കിൽ ലൈനിങ് അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. തച്ച് കഴിയുമ്പോൾ നമുക്ക് ആവശ്യമായ നെക്കിൻ്റെ ഇറക്കവും വിട്ടും ഞാൻ ഓൾറെഡി ലൈനിങ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം തുണിയുടെ നല്ല വശത്ത് ലൈനിങ്ങിൻ്റെ ഒരു പീസ് വെച്ച് ഇതുപോലെ അറേഞ്ച് ചെയ്തതിന് ശേഷം തുണി മാർക്ക് വരയ്ക്കാൻ നമുക്ക് സെറ്റ് വെച്ച് മാർക്ക് വരയ്ക്കാൻ നമുക്ക് ഇന്നോട്ട് സെറ്റ് ചെയ്യാം. അതിനുശേഷം ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ആയിരിക്കും ഉണ്ടാകുന്നത്. ഇനി നമുക്ക് ഇത് നേരിട്ട് മെഷീനിലേക്ക് വെച്ച് തച്ചെടുക്കാനാണ്. ഈ വരച്ചിരിക്കുന്ന മാർക്ക് ചെയ്തിരിക്കുന്ന ലൈനിൽ കൂടെ കൃത്യമായി സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഏത് ഷേഡുകളായിക്കാണ് നമുക്ക് മാർക്ക് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതാണ്. അത് ലോക്ക് ചെയ്യണം, ബാക്കി ചെയ്യാം. കറുപ്പ് സോൾസ് ചെയ്യുന്ന കറക്റ്റാണ്. സൂചി എടുക്കാം. ഇനി കുത്തി വെച്ചിരിക്കുന്ന മുട്ട് സൂചി മാറ്റിയ ശേഷം നമുക്ക് തുണിയുടെ നല്ല വശം ഇതുപോലെ തിരിച്ചെടുക്കണം. അപ്പോൾ ഇതുപോലെ തുണി അളവില്ലാതെ നിൽക്കുന്നുണ്ടാവും. ഇനി നമുക്ക് തയ്യൽ തുമ്പ് ആവശ്യമായ തയ്യൽ തുമ്പ് ഈ ഫാബ്രിക് വേണം അടയാളപ്പെടുത്തിയെടുക്കാൻ. ഇപ്പോൾ ഞാനിവിടെ എൻ്റെ ഒരു വിരലിൻ്റെ ഈ ഒരു ഇത്ര ലെങ്താണ് ഞാൻ അതിന് മടക്കി അടിക്കാനായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ലൈനിൻ്റെ പുറത്തുകൂടെ നമ്മൾ വിരലിൻ്റെ ഈ അടയാളം വരുന്ന രീതിയിൽ ഇങ്ങനെ വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് ടേപ്പ് ഉപയോഗിക്കേണ്ടി വരില്ല. ഇങ്ങനെ മാർക്ക് ചെയ്തെടുക്കുക. അവിടെ ഓരോ മാർക്ക് കൊടുത്തതിന് ശേഷം നമുക്ക് റൗണ്ട് ചെയ്തെടുക്കാവുന്നതാണ്. വരച്ച് കൃത്യമായ അളവിൽ തന്നെ വരയ്ക്കുക. അപ്പോൾ തുണി തച്ച് കഴിയുമ്പോൾ നല്ല ഫിനിഷിംഗ് ആയിട്ടുണ്ടാകും. ഇതുപോലെ മാർക്ക് ചെയ്തെടുക്കാം. മാർക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ ലൈനിങ് തുണീനെ ഈ പീസിനെ മാത്രം ഇങ്ങനെ പിടിച്ച് കയ്യിൽ വെച്ചതിന് ശേഷം കട്ട് ചെയ്യുക. ഇല്ലെങ്കിൽ മെയിൻ തുണിയിൽ കട്ട് വീഴാൻ സാധ്യതയുണ്ട്. നമ്മൾ വരച്ചിട്ട മാർക്കിലൂടെ കട്ട് ചെയ്തെടുക്കുക. ബാലൻസ് പീസിനെ കട്ട് ചെയ്തെടുത്ത് എടുക്കുക. ഇതിപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ സ്റ്റിച്ച് ചെയ്തതിൻ്റെ ഇപ്പുറ വശത്തേക്ക് അകത്തേക്ക് 1/2 ഇഞ്ചോ 1/4 ഇഞ്ചോ തയ്യൽ നിങ്ങൾക്ക് ആവശ്യമായ രീതിയിൽ കട്ട് ചെയ്ത് എടുക്കാവുന്നതാണ്. ബിഗിനേഴ്സിന് അടയാളപ്പെടുത്തിയിട്ട് ചെയ്യാം. എക്സ്പീരിയൻസ് ആയവർ അടയാളപ്പെടുത്താതെ കട്ട് ചെയ്താലും കുഴപ്പമില്ല. അത് കട്ട് ചെയ്യുമ്പോൾ മെയിൻ ഫാബ്രിക് ചേർത്ത് വേണം കട്ട് ചെയ്തെടുക്കാൻ. എപ്പോഴും കട്ട് ചെയ്യുമ്പോൾ ഒരേ അളവിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഇനി നമുക്ക് ഞാനിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അരികിലെല്ലാം ചെറിയ നോച്ചസ് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഓർഗൻസ് തുണി ആയതുകൊണ്ട് ഇച്ചിരി പാടുണ്ട്. ഈ കോർണറിൽ നൂലിൽ കട്ട് ചെയ്യാതെ ചെറിയൊരു നോച്ചിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ റോങ് സൈഡ് എടുക്കാം. റോങ് സൈഡ് എടുത്തതിന് ശേഷം ഇതിനെ ഇങ്ങനെ പിടിച്ച് ഈ ഫാബ്രിക്കിനെ ഇങ്ങോട്ടാക്കി ഇതിനെ ഇങ്ങോട്ടാക്കി ഇതിൻ്റെ അറ്റത്തൂടെ ഈ സ്റ്റിച്ചിൻ്റെ ഇപ്പുറത്ത് തയ്യൽ വരാൻ പാടില്ല. ഈ അറ്റത്തൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഓരോ സ്റ്റിച്ച് എത്തുമ്പോഴും തുണി ഇങ്ങനെ അകത്തുനിന്ന് ഈ ലൈനിങ് പീസിനെ ഇങ്ങനെ വലിച്ചു കൊടുക്കണം. കർവ് ഷേപ്പ് എത്തുമ്പോൾ സ്ലോയിൽ വേണം ചെയ്യാൻ. ഇനി നമുക്ക് ഈ പീസിൻ്റെ അറ്റം മടക്കി തച്ച് കൊടുക്കാം. ഇങ്ങനെ ചെറിയൊരു 4 ഇഞ്ച് വീതം പിടിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ നല്ല നീറ്റായിട്ട് കിട്ടും. 4 ഇഞ്ച് മാത്രമേ യൂസ് ചെയ്യാവൂ. ചെയ്യുന്നതിനോടൊപ്പം ഈ ഫാബ്രിക്കിൻ്റെ ഈ അരികത്തൂടെ വേണം തയ്യൽ വരാൻ. നടുക്കോട്ടായി പോകരുത്. സൈഡിൽ കൂടെ തന്നെ തയ്യൽ വരണം. ഇനി നമുക്ക് ഇതിങ്ങനെ വെച്ച് പതിച്ചടിച്ചു കൊടുക്കാവുന്നതാണ് ഈ അരികത്തൂടെ. അപ്പോൾ നമ്മൾ അരി ഇങ്ങനെ പതിച്ചടിച്ചിട്ടുണ്ട്. ഇനി ഈ തുണീനെ ഇങ്ങനെ നീറ്റായി പ്ലേസ് ചെയ്തതിന് ശേഷം ഇവിടെ നീട്ട് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് എക്സസ് വയ്ക്കുന്ന തുണീനെ കട്ട് ചെയ്ത് കളയാവുന്നതാണ്. നമുക്ക് ഈ തുണീനെ ഹെം ചെയ്ത് വയ്ക്കുമ്പോൾ നീറ്റായിട്ട് ഷേപ്പായിട്ട് നമുക്ക് നമ്മുടെ നെക്ക് ക്യാൻവാസ് ഇല്ലാതെ തന്നെ ഫിനിഷ് ചെയ്തെടുക്കാൻ സാധിച്ചിട്ടുണ്ട്.